അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷെഫി ഉസ്താദിന് അന്ന് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം മറ്റൊന്നും അല്ലായിരുന്നു, ഷെഫി ഉസ്താദിൻ്റെ നിക്കാഹായിരുന്നു അന്ന്. കണ്ണിൽ കാഴ്ച ഇല്ലാത്ത ഷെഫി ഉസ്താദ് അതാ നിക്കാഹിന് പോകുന്നു. ഷെഫി ഉസ്താദിൻ്റെ മണവാട്ടി ബത്തൂലായിരുന്നു. അന്ന് കൊട്ടാരത്തിൽ എല്ലാവർക്കും സന്തോഷമായിരുന്നു. അറബിക് ഫുഡുകളും അങ്ങനെ പലതരം ജ്യൂസുകളും എല്ലാം ഉണ്ടായിരുന്നു. ഷെഫി ഉസ്താദ് മണവാളനായി അതാ വരുന്നു. ബത്തൂരിൻ്റെ അരികിലേക്ക് അതാ നടന്നു വരുന്നു. അങ്ങനെ അതാ ഷെഫി ഉസ്താദിൻ്റെ നിക്കാഹ് കടമം നടക്കുന്നു. ബത്തൂൽ സന്തോഷം കൊണ്ട് പിളകമായി. അങ്ങനെ അവരെ രണ്ടുപേരെയും നിക്കാഹ് കടമം കഴിഞ്ഞു. അങ്ങനെ അവർ കല്യാണം കഴിഞ്ഞ് ഷെഫി ഉസ്താദിൻ്റെ വീട്ടിലേക്ക് അതാ രണ്ടുപേരും വരുന്നു. അപ്പോൾ ഉമ്മ കരണ്ട് പറഞ്ഞു, ആ മോനെ ഷിഫി, മോനെന്താ കുറച്ച് വൈകി വന്നത്? എൻ്റെ പൊന്നു മോനെ കാണാൻ എനിക്ക് കൊതിയായി. നിന്നെ എനിക്ക് കാണാനായിട്ട് ഒരു സങ്കടമുണ്ടായിരുന്നു. അങ്ങനെ അതാ വീട്ടിലേക്ക് ബത്തൂരും ഷെഫി ഉസ്താദും അതാ കയറിയിരിക്കുന്നു. അപ്പോൾ ഷെഫി ഉസ്താദ് പറഞ്ഞു, ഞാനേ ഇപ്പം വരാട്ടോ. അപ്പോൾ ബത്തൂൽ പറഞ്ഞു, എവിടുക്കാ ഷെഫി ഉസ്താദേ? അപ്പോൾ ഷെഫി ഉസ്താദ് പറഞ്ഞു, എനിക്ക് എൻ്റെ ഉമ്മാനൊന്ന് കാണണം, ഞാനിപ്പോൾ പോയിട്ട് വരാം. അപ്പോൾ ബത്തൂൽ പറഞ്ഞു, ആ ശരി. അപ്പോൾ ഷെഫി ഉസ്താദ് പിന്നെ സോഫയിലിരുന്നു. അങ്ങനെ ബത്തൂൽ ഇപ്പം വരെ കേട്ടോ എന്ന് പറഞ്ഞു കണ്ട് അവൾ അടുക്കലേക്ക് ചെല്ലി. അപ്പോൾ ഉമ്മ അവിടെ ചോറ് വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ പറഞ്ഞു, നീ എന്താ മോളെ ഇങ്ങോട്ട് വന്നത്? അവനോട് കുറച്ച് സംസാരിക്കേ. അപ്പോൾ ബത്തൂൽ പറഞ്ഞു, ഞാൻ ഷെഫി ഉസ്താദിന് പാല് കൊണ്ടുപോയി കൊടുക്കാൻ. അപ്പോൾ ബത്തൂൽ പറഞ്ഞു, ഞാൻ പാലുണ്ടാക്കട്ടെ. അപ്പോൾ ഉമ്മ പറഞ്ഞു, മോളെ നിനക്ക് പാലുണ്ടാക്കാൻ കഴിയുമോ? അപ്പോൾ സുഹറ പറഞ്ഞു, ഞാനവിടെ ചോറും സാമ്പാർ കറിയും എല്ലാം ഉണ്ടാക്കും. ഞാനവിടെ ചായ പാല് എല്ലാം ഉണ്ടാക്കലുണ്ട്. എൻ്റെ വീട്ടിൽ എനിക്ക് ഇതന്നെ ജോലിയുള്ളൂ. എനിക്ക് തുടക്കാനറിയാം, അരിച്ചോരാനറിയാം, മാറാന തട്ടാനറിയാം, എനിക്കെല്ലാം അറിയാം. ഉമ്മ, ഞാൻ പാലുണ്ടാക്കട്ടെ കേട്ടോ, എനിക്ക് നിങ്ങളോട് സംസാരിച്ചിരിക്കാൻ നേരമില്ല. ഉമ്മ, ഞാൻ പാലുണ്ടാക്കട്ടെ. ആദ്യം ചായപാത്രം എടുക്കുന്നു, പിന്നെ പാക്കറ്റ് പാലൊഴിക്കുന്നു, പിന്നെ അതിലോട്ട് വെള്ളം ഒഴിക്കുന്നു, പിന്നെ നമ്മൾ അടുപ്പിലോട്ട് വെക്കുന്നു, നമ്മൾ ഗ്യാസ് കത്തിക്കുന്നു. പിന്നെ നമ്മൾ അതിൽ നിന്ന് പുക വന്നാൽ നമ്മൾ പഞ്ചസാര ഇടുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് നന്നായിട്ട് ഇളക്കിയിട്ട് അവിടെ വെക്കാം. പിന്നെ നമ്മൾ കുറേ വലിയ പുക വന്നാൽ അത് നമ്മൾ എടുത്തിട്ട് ഗ്ലാസ്സിലോട്ട് ഒഴിക്കുന്നു. ഉമ്മ, ഞാൻ പാലുണ്ടാക്കി കഴിഞ്ഞു. ഞാൻ ഷെഫി ഉസ്താദിന് കൊടുക്കട്ടെ കേട്ടോ. അങ്ങനെ ഷെഫി ഉസ്താദിന് അതാ പാല് കൊടുക്കുന്നു. ഉമ്മ, ഞാൻ റൂമിലോട്ട് പോകട്ടെ കേട്ടോ, ഷെഫി ഉസ്താദ് അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും. ശരി മോളെ, മോള് പോയിട്ട് വാ. ആ ഉമ്മ, ഞാൻ പോയിട്ട് വരാം. അങ്ങനെ അതാ ഷെഫി ഉസ്താദിൻ്റെ റൂമിൽ എത്തി. അതാ ബത്തൂൽ ഷെഫി ഉസ്താദിന് പാൽ കൊടുക്കുന്നു. ഷെഫി ഉസ്താദ് ഇത് പാല്
ഞാൻ കുടിച്ചു കഴിഞ്ഞു. ഇനിന്നാ നീ എടുത്തു വരും. നീ ഇന്ന് ഇത് കേക്ക് വെച്ച് വാറുമൊക്കെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അങ്ങനെ അതാ സുഹറ സ്റ്റെപ്പ് ഇറങ്ങി അവൾ താഴത്തേട്ട് എത്തിക്കൊണ്ട് ക്ലാസ് കേൾക്കുന്നു. അപ്പോൾ ഉമ്മ പറഞ്ഞു, മോള് ആദ്യമായിട്ടല്ലേ ഈ പണിയൊക്കെ ചെയ്യുന്നത്? അല്ല ഉമ്മ, ഞാൻ വീട്ടിൽ നിന്ന് ചെയ്തിട്ടുണ്ട്. സാരമില്ല, ആക്കെ ഞാൻ കേൾക്കിച്ചോളാം ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ അവളെ ഉമ്മ സമാധിപ്പെടുത്തി. അല്ല, ഞാൻ കേൾക്കിച്ചോളാം. അങ്ങനെ അതാ സുഹറ റൂമിലോട്ട് വരുന്നു. അപ്പോൾ ഷെഫി ഉസ്താദ് പറയുന്നു, അവളെപ്പോഴാവും ഇനി വരിക? അപ്പോൾ സുഹറ പറഞ്ഞു. അങ്ങനെ സുഹറ റൂം വാതിൽ തുറന്ന് അവൾ അകത്തേട്ട് കാല് വെച്ച് വീഴുന്നു. അങ്ങനെ സുഹറ പറഞ്ഞു, പിന്നെ ഉമ്മ നിങ്ങളെ ചോറ് കഴിക്കാൻ വിളിക്കുന്നു. അപ്പോൾ ഷെഫി ഉസ്താദ് പറഞ്ഞു, ഞാൻ വരട്ടോ ഇപ്പോൾ. അങ്ങനെ അതാ അവർ രണ്ടുപേരും ചോറ് കഴിക്കുന്നു. അപ്പോൾ ഷെഫി ഉസ്താദ് പറഞ്ഞു, ഉമ്മ ആ ചോറങ്ങ് എടുത്തേക്ക് കേട്ടോ. അങ്ങനെ അതാ ഷെഫി ഉസ്താദ് പറയുന്നു, ഇല്ല, ഞാൻ ഇപ്പം വരാം, ഞാൻ ഉമ്മാനൊന്ന് വിളിക്കട്ടെ. അങ്ങനെ അവർ രണ്ടുപേരും ചോറ് കഴിച്ച് അവർ കിടക്കയിലോട്ട് പിന്നെയും പോയി കിടന്നു ഉറങ്ങുന്നു. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ അവർ രണ്ടുപേരും എണീച്ച് ചായ കുടിച്ചു. സുഹറയായിരുന്നു ചായ ഉണ്ടാക്കുന്നത്. ഞാൻ ചായ ഉണ്ടാക്കിയിട്ട് എത്ര ദിവസമായി എന്നും പറഞ്ഞുകൊണ്ട് അതാ സുഹറ ചായ ഉണ്ടാക്കുന്നു. എനിക്ക് ചായ ഉണ്ടാക്കി അറിയായിട്ടൊന്നുമില്ലല്ലോ, ഉമ്മ ഒക്കെ ഇറങ്ങാം. എനിക്കും ഉമ്മാക്കും ഷെഫി ഉസ്താദിനും ചായ ഉണ്ടാക്കിയേക്കാം. ആദ്യം ഒരു ചായപാത്രം എടുത്തിട്ട് അതിലോട്ട് വെള്ളം ഒഴിക്കുന്നു. അത് ഗ്യാസിലോട്ട് വെച്ച് തീ കത്തിക്കുന്നു. പിന്നെ അതിന്ന് പുക വരുമ്പോൾ ചായപ്പൊടി, പഞ്ചസാര ഇവ രണ്ടും ഇട്ട് ഒന്ന് ചെറുതായിട്ട് ഇളക്കിക്കണ്ട് അങ്ങനെ അവൾ ചായ ഉണ്ടാക്കി കഴിഞ്ഞു. അവൾ ഇനി പറയുന്നു, അയ്യോ, ഇനി ഞാൻ എന്തെങ്കിലും അവർക്ക് കടി ഉണ്ടാക്കണ്ടേ? പഴംപൊരി ഉണ്ടാക്കിയാലോ? ആദ്യം പഴം നീളത്തിൽ മുറിക്കണം. 4 പഴം എടുക്കാം. 1, 2, 3, 4, 5, 6. 6 മതി. അല്ലെങ്കിൽ 4 ഇപ്പം മുറിച്ച് കഴിഞ്ഞില്ലേ, ഞാൻ 6 എടുത്തു. ഇനി അതിൻ്റെ മസാല റെഡിയാക്കാം. മസാലല്ല, മാം. അങ്ങനെ അതാ സുഹറ മാം എല്ലാം റെഡിയാക്കി. അങ്ങനെ അവൾ അതാ ഉണ്ടാക്കി കഴിയുന്നു. അവൾ പഴംപൊരി പൊരിച്ച് അതാ അവൾ അതിൻ്റെ മസാല എല്ലാം ഇട്ട് അതാ അവൾ എണ്ണയിൽ ചട്ടി ആദ്യം ചൂടാക്കി അതാ പഴംപൊരി ഇടുന്നു. അങ്ങനെ അവൾ അതാ പഴംപൊരി ഉണ്ടാക്കി. അവർ അങ്ങനെ അവൾ ആദ്യം ഷെഫി ഉസ്താദിനെ വിളിച്ചു. ഷെഫി ഉസ്താദെ, നീക്ക്
ഞാൻ ഒരു സ്ഥാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഷെഫി ഉസ്താദ് എന്ന് വെച്ച് ടേബിൾ മേൽ കസാലയിൽ ഇരുന്നു. പിന്നെ ഉമ്മാനെ വിളിച്ചു. ഉമ്മ എനിക്ക് ടേബിൾ മേടിക്കും, ഞാൻ ഫുഡ് തരാം. അപ്പോൾ ഉമ്മ പറഞ്ഞു, നീ ഫുഡൊക്കെ ഉണ്ടാക്കിയോ വൈകുന്നേരത്തിനുള്ളേ? ആഹാ, നീ ആള് കൊള്ളാലോ, എന്നാൽ ഞാൻ ടേബിൾ മേടിക്കും. അങ്ങനെ അതാ ഉമ്മയും ഷെഫി ഉസ്താദും ടേബിളിലും ഇരിക്കുന്നു. അങ്ങനെ അതാ സുഹറ അവള് രണ്ട് നല്ല രസകരമായ പഴംപൊരി അതാ ഉമ്മയും ഷെഫി ഉസ്താദും തിന്നു. അപ്പോൾ ഉമ്മ പറഞ്ഞ ഒരു വാക്ക്, നല്ല ചൂടുണ്ട്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ സുഹറ പറഞ്ഞു, ഞാൻ ഉണ്ടാക്കിയതാ, എനിക്കറിയില്ല പഴംപൊരി ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞ് അവൾ കള്ളം പറയുന്നു. കള്ളങ്ങ് പറഞ്ഞേക്കാം, എനിക്കറിയത്തൊന്നുമില്ല. അങ്ങനെ അതാ അവർ പഴംപൊരി കഴിച്ച് അവർ അങ്ങനെ അതാ സുഹറ അങ്ങനെ അതാ ഷെഫി ഉസ്താദ് പറയുന്നു, നമുക്ക് എവിടേക്കെങ്കിലും ചുറ്റിക്കറങ്ങി വന്നാലോ? ശരി, വാ നമുക്ക് പോകാം. അങ്ങനെ അതാ അവർ 3 പേരും, ഉമ്മ ആൻഡ് ഷെഫി ഉസ്താദ് അങ്ങനെ സുഹറ, ഇവർ 3 പേരും അതാ കാറിൽ കയറി അവർ പോകുന്നു. അങ്ങനെ അവർ കുറേ ചുറ്റിക്കറങ്ങി വന്നപ്പോൾ അപ്പോൾ സുഹറ ഒരു കാഴ്ച കണ്ടു. അസ്തഗ്ഫിറുല്ലാ, എൻ്റെ ഉപ്പല്ലേ അത്? എൻ്റെ ഉപ്പ എന്താ ഈ കടയിൽ? എൻ്റെ ഉപ്പാക്ക് പിന്നെ പച്ചക്കറി കടയില്ലേ? എൻ്റെ ഉപ്പ എന്താ ഇങ്ങനെ? എനിക്ക് എൻ്റെ ഉപ്പാനെ കാണണം, എനിക്ക് എൻ്റെ ഉമ്മയും കാണണം എന്നായുള്ളൂ എന്ന് കരുതി എനിക്ക് എൻ്റെ ഉപ്പാനും ഉമ്മാനും കണ്ടാൽ പറ്റുള്ളൂ. അങ്ങനെ വെളുത്തിരക്കൂടി. അങ്ങനെ രാത്രിയായപ്പോൾ അവൾ കിടന്നുറങ്ങി. അപ്പം ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കി നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.